ഹരേ കൃഷ്ണ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നെഗറ്റീവ് എനർജീസ് ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതായത് വീട്ടില് പൊതുവെ ഒരു സന്തോഷവും സമാധാനവും ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ടോ? എല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നും ശരിക്കും ഇല്ല, എന്നാലും ഒരു സന്തോഷമില്ലായ്മയുണ്ട് വീട്ടിൽ. അതേപോലെ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ സംസാരിച്ച് വരുമ്പോൾ പെട്ടെന്ന് വഴക്കുണ്ടാകുക. പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് ഇവർ തമ്മിൽ നല്ല രീതിയിലായിരിക്കും സംസാരിച്ച് തുടങ്ങുന്നത്, പെട്ടെന്ന് തന്നെ ഒരു കലഹത്തിലോട്ട് പോകുന്നു കേട്ടോ. അവർ തന്നെ അറിയുന്നില്ല എന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന്. അതേപോലെ കുട്ടികൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് വിചാരിച്ച പോലെ ഒരു ഉയർച്ച കിട്ടുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ എന്ത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും ഒരു തടസ്സവും നിരാശയും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. പുറത്തുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ലെന്നും നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു പരിഹാരം കേട്ടോ. ഇതിന് നമുക്ക് വേണ്ടത് ഒരേ ഒരു നാരങ്ങയാണ്. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. നമ്മുടെ കൈ തൊഴുതു പിടിക്കണം, നമ്മുടെ കൈക്കുള്ളിൽ ഈ നാരങ്ങ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കണം. നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ആ സമയത്ത് ഉണ്ടാവണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ദുഃഖത്തോടെയും മറ്റു ടെൻഷനോടെയും അങ്ങനെ ഒന്നും ഇരുന്ന് നമ്മൾ ഇത് ചെയ്യരുത് ഒരിക്കലും. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് 108 പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിക്കണം. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട്. അക്ഷരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഗായത്രി മന്ത്രം ജപിക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇതിന് ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്നിട്ട് നമ്മുടെ ശ്രദ്ധ 2 പുരികത്തിൻ്റെയും മധ്യത്തിൽ കൊടുക്കുക. കണ്ണടച്ചിരിക്കാം. എന്നിട്ട് നമ്മളുടെ മനസ്സിൽ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, നമ്മളിങ്ങനെ സങ്കല്പിക്കണം, നമ്മുടെ കുടുംബത്തിലെല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നു എന്ന്. ഈ മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം നമുക്ക് ആ ഒരു ഫീലിംഗ് വേണം നമ്മുടെ മനസ്സിൽ വരാനായിട്ട് കേട്ടോ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഓരോ കുടുംബാംഗങ്ങളുടെയും മുഖം മനസ്സിലെടുക്കാം. എന്നിട്ട് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ മാറിപ്പോയിട്ട് അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു, അവർ സന്തോഷത്തോടെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മൾ സന്തോഷിക്കുന്നു, ആ ഒരു ഫീലിങ്ങോടെ വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാനായിട്ട്. ഭഗവാന്റെ അനുഗ്രഹത്തോടെ എല്ലാം മാറിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. അങ്ങനെ നമ്മൾ 108 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണു തുറക്കുക. നമ്മൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിൽ 1 മിനിറ്റ് ഒന്ന് ഇരിക്കുക കേട്ടോ. നമ്മളത് ഫീൽ ചെയ്യണം. നമ്മുടെ എല്ലാം മാറിപ്പോയി, എല്ലാ നെഗറ്റിവിറ്റിയും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് നമ്മൾ ഫീൽ ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോയി ഈ നാരങ്ങ 2ആയിട്ട് മുറിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. എന്നിട്ട് ഈ ഒരു നാരങ്ങ കൊണ്ടാണ് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് കേട്ടോ. വേറെ നാരങ്ങ അതിൽ കൂടെ ആഡ് ചെയ്യില്ല. ടേസ്റ്റ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ വെള്ളം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കുടിക്കണം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ചയാണ്. അങ്ങനെ നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ. ഇത് 1 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കർമ്മമാണ് കേട്ടോ. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക കേട്ടോ. എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി നിങ്ങൾക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്നത്. ഈ ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും നമ്മൾ ആ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീടിനെയും നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം രക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ കൂടുതൽ നെഗറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് സന്തോഷത്തോടെ നിൽക്കണം. നമ്മൾ കൂടുതൽ ഇങ്ങനെ ആലോചിച്ച് ചുമ്മാതിരിക്കരുത്. നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. നല്ലതേ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ.